പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് വീണ്ടും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം അവസരം തന്നല്ലോ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. യഹോവയെ പൂർണ്ണമായി പറ്റുന്നത് കൊണ്ട് തന്നെ. കാലേബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. കാലേബിന് ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ചില അവകാശങ്ങളെ ദൈവം കാലേബിന് കൈമാറി. പക്ഷെ ദൈവം കാലേബിന് അവകാശങ്ങൾ കൈമാറാനുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്, ദൈവത്തിങ്കന്നും ലഭിക്കേണ്ട അവകാശങ്ങളെ കാലേബിന് ലഭിക്കാനുള്ള പ്രധാന കാരണം അവൻ ദൈവത്തോട് കൂടെ പറ്റി നിന്ന ഒരു മകനായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, നമ്മളുടെ പല അവകാശങ്ങളും ഇന്ന് പലയിടത്തും ബ്ലോക്കായി കിടക്കുക. നമ്മുടെ കയ്യിൽ വരേണ്ട പലതും ഇന്ന് നമ്മുടെ കയ്യിൽ വരാതെ തടസ്സമായി നിൽക്കുക. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, പ്രത്യാശ, സാമ്പത്തിക നന്മ, ആരോഗ്യം, ഇതൊക്കെ തടയപ്പെട്ട് നിൽക്കുക. അതിന്റെ കാരണം എന്തെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് ചേരേണ്ട നിലയിൽ നമ്മൾ ഇതുവരെ ചേർന്നിട്ടില്ല. നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നൊക്കെ ഉള്ളൂ, പക്ഷെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, യോശുവ വിളിച്ചു പറയാ, കാലേബിന് ഒരുപാട് അവകാശങ്ങൾ കിട്ടി. വെറുതെ ഒന്നുമല്ല അവകാശം കിട്ടിയത്, താൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾ ദൈവത്തോട് തന്നെ ചേർന്ന് ജീവിക്കണം. അതാ വചനം പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യാതിരുന്നാൽ നിങ്ങൾ കള്ളന്മാരത്ര എന്ന വചനം പറയുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് പ്രാപിക്കണ്ടേ? വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിറങ്ങിയവരല്ലേ നമ്മൾ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനായ ദൈവം നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മളോടത് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും പല വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമ്മുടെ കയ്യിൽ എത്താൻ കഴിയുന്നില്ല. കാരണം എന്താ? ദൈവത്തോട് ചേർന്ന് നടന്ന നമ്മുടെ പല അവരുടെ അവസ്ഥകളിൽ നിന്ന് ദൈവത്തിന് നമ്മൾ അകന്നു പോയില്ലേ? ലോകപരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്താഗതികൾ കൊണ്ടുപോയില്ലേ? നമ്മുടെ ആത്മീക മണ്ഡലത്തെ വിട്ടിട്ടിന്ന് ഭൗമികതയെ അതിനകത്തേക്ക് കയറ്റിയില്ലേ? എന്നാൽ അതിന് നമ്മൾ മാറ്റം വരുത്തിയേ പറ്റൂ. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ആർക്കാണ് ദൈവത്തിന്റെ അവകാശം പ്രാപിക്കുന്നത്? ലോകപ്രകാരം ജീവിക്കുന്നവനല്ല, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവനാ. ദൈവം ആരാണെന്ന് അറിഞ്ഞവര് ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിര്. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൽ മാത്രമാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൽ മാത്രമാകട്ടെ, നിങ്ങളുടെ ആരാധന ജീവനുള്ള ദൈവത്തോട് മാത്രമാകട്ടെ, നിങ്ങളുടെ സ്തുതിയും സ്തോത്രവും ജീവനുള്ള ദൈവത്തോട് മാത്രമാകട്ടെ. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങളുടെ കരങ്ങളിൽ ദൈവം വെച്ച് തരും. പലപ്പോഴും നമ്മൾ പറഞ്ഞു നടക്കും, അയ്യോ എനിക്ക് അവകാശം, എനിക്ക് വാഗ്ദത്തമൊക്കെ കിട്ടിയ ആളാണ്. ശരിയാ, വാഗ്ദത്തമൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ ആ വാഗ്ദത്തം ഇന്ന് പൂർണ്ണതയിൽ എത്താതിരിക്കുന്നതിന്റെ കാരണം എന്താ? നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയില്ലേ? ഒന്ന് അടുത്തു വാ ദൈവവേദലേ. ദൈവത്തോടൊന്ന് ചേർന്ന് ജീവിര്. നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ, വിശ്വാസവും വിശുദ്ധിയും വേർപാടും സമർപ്പണമൊക്കെ നമ്മളിലേക്കൊന്ന് കടന്നു വരട്ടെ. ആത്മാവിന്റെ തികവോടും ആത്മശക്തിയോടും അഭിഷേകത്തിന്റെ കൃപയോടും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി അവകാശങ്ങളെ സ്വർഗം നമ്മുടെ കയ്യിൽ തരും. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ അബ്രഹാം ചെയ്തത്, താൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും താൻ അവിടുന്ന് മാറി യാത്ര ചെയ്യുവാൻ തുടങ്ങി. താൻ വീണ്ടും കുറെ യാത്ര ചെയ്തപ്പോഴാണ് തന്നിൽ നിന്നും വേർപെടാതിരുന്ന ലോത്ത് എന്ന് പറയുന്ന ലോക മനുഷ്യന്റെ ആ ഒരു സാമീപ്യം അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. അവസാനം ദൈവം അതിനെയും മാറ്റി കഴിഞ്ഞപ്പോൾ അബ്രഹാം തല ഉയർത്തി നോക്കി. ദൈവം അവനോട് അരുളി ചെയ്യുന്നു, നിന്റെ മുൻപിൽ ഇതാ ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ഈ അവകാശങ്ങൾ ഇതാ കിടക്കുകയാണ്. സ്തോത്രം. നീ യാത്ര ചെയ്യ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നീ കണ്ണു തുറന്നു നോക്ക്. വിടേണ്ടതിനെ നീ വിട്.
ലോകത്തെ വിട്, ലോകമോഹങ്ങളെ വിട്, ലോകത്തിന്റെ വഴികളെ വിട്, ലോകത്തിന്റെ ചിന്താഗതികളെ വിട്. എന്റെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തയോടെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞ് ഇത് ഏറ്റെടുക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. എന്നോട് പറഞ്ഞ വാഗ്ദത്തം വേറെ ആർക്ക് ദൈവം കൊടുക്കത്തില്ല. എന്നോട് പറഞ്ഞ വാഗ്ദത്തം എനിക്കുള്ളത് തന്നെയാ. അത് പ്രാപിപ്പാൻ ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചു. അവൻ അവകാശപ്പെട്ടത് ദൈവം അവന്റെ കരങ്ങളിൽ കൊടുത്തുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളോട് ദൈവം പറഞ്ഞ അവകാശങ്ങൾ നിങ്ങൾക്ക് തരാൻ ദൈവം ഇതാ സന്നദ്ധനായി നിങ്ങളുടെ അരികിൽ വന്നിരിക്കുമ്പോൾ എന്റെ ദൈവത്തോട് നിങ്ങളൊന്ന് പറ്റിച്ചേര്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ നിലവുകളെ നിങ്ങൾ അറിയുക. ദൈവം ആരാണെന്ന് നല്ലവണ്ണം രുചിച്ചറിഞ്ഞ് ദൈവത്തോട് പറ്റിച്ചേർന്ന് വിശ്വാസമുള്ള ഒരു വിശുദ്ധിയുള്ള വേർപാടിന്റെ സമർപ്പണത്തിന്റെ പ്രത്യാശയുടെ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാനുള്ള അവകാശങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തും. ഈ അവകാശങ്ങൾ പ്രാപിക്കുന്ന ഒരു പകൽക്കാലമായി ദൈവം നിങ്ങളെ തീർക്കട്ടെ. ദൈവത്തോട് പറ്റിച്ചേരുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ, സന്തോഷം നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. മറ്റുള്ളവരെയും നിങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുക. ഈ വചനങ്ങളാലൊക്കെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.